നമ്മളെ കാറ് തീ പിടിച്ച രംഗങ്ങളാണ് തൊട്ട് മുമ്പുള്ള ലൈവിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഈ കാറ് തീ പിടിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു കാർ തീ പിടിച്ച്, അപ്പോഴേക്കും എല്ലാവരും ടെൻഷനായി ഇറങ്ങി ഓടാൻ ശ്രമിച്ചിട്ടൊന്നും ലോക്കൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. സത്യത്തിൽ ലോക്ക് തുറക്കാൻ പറ്റാത്തത് ലോക്ക് വീണ് കിടന്നുകൊണ്ട് ഡോറിൻ്റെ. അപ്പോൾ ആ പേടിച്ചിരിക്കുന്ന സമയത്ത് ലോക്കൊന്നും നോക്കത്തില്ല, എങ്ങനെയെങ്കിലും ചാടി ഓടാനേ നോക്കത്തുള്ളൂ. ആ ഒരു വെപ്രാളം കൊണ്ട് തന്നെ ഡോറ് തുറക്കാൻ പ്രയാസപ്പെട്ടു. ആണ്ടോ ഇതിൻ്റെ അകത്ത് മൊത്തം കത്തിയിട്ട് വയർ മൊത്തം കത്തിപ്പോയി. വയറുകളെല്ലാം കത്തിയിരിക്കുന്നത് കണ്ടോ, തീയും പുകയും വന്നു. പെട്രോൾ കാറാണ്. പെട്രോൾ കാറായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ പിടിച്ച് നശിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് നല്ലപോലെ തീ കത്തിയായിരുന്നു. നല്ലപോലെ തീ കത്തിയതിൻ്റെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഒരുപാട് വയറുകൾ കരിഞ്ഞു പോയി. ഇതിൻ്റെ അകം കാണിച്ചേക്കാം. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വയറുകൾ കരിഞ്ഞു പോയിട്ടുണ്ട്. കേട്ടോ, കണ്ടില്ലേ? ആ വയറുകളെല്ലാം കത്തി കരിഞ്ഞു പോയി. അപ്പം ഈ തീ പിടിക്കുന്ന തീ അത് പെട്ടെന്ന് തീയായി മാറിക്കൊണ്ട് ഈ ഒയറിൻ്റെ പ്ലാസ്റ്റിക് കത്തിയിട്ട് പെട്ടെന്ന് തീയായിട്ട് അങ്ങ് മാറിയിട്ട് മൊത്തത്തിൽ തീ അങ്ങ് വ്യാപിക്കുക. അപ്പോൾ ആ ഒരു അവസരത്തിൽ അവിടെ ഇരുന്ന സ്റ്റീരിയോയും മറ്റുമെല്ലാം ഞാൻ പൊട്ടിച്ച് വെളിയിലേക്ക് വലിച്ചെറിയാനാണ് ഉണ്ടായത്. അങ്ങനെ സ്റ്റീരിയോ എല്ലാം പൊട്ടിച്ച് വെളിയിലോട്ട് വലിച്ചെറിഞ്ഞത് കാരണമായിട്ട് ആ ഒരു തീ വണ്ടിയുടെ ഡാഷ്ബോർഡിലോട്ട് പടരാതെ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റി. കണ്ടില്ലേ, മൊത്തം കത്തി നശിച്ച് കിടക്കുന്ന കണ്ടില്ലേ? ഇതിൻ്റെയൊക്കെ ഏതൊക്കെ വയറാണ് കത്തിപ്പോയതെന്ന് അറിയത്തില്ല. ഏതൊക്കെ വയറുകളാണ് ഇനി ശരിയാക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഈ വയറുകളെല്ലാം പിടിച്ച് ശരിയായി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനി വീണ്ടും ഇതേപോലെ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേ ആദ്യം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ താക്കോലൂരി എല്ലാവരും വെളിയിൽ ചാടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും വെളിയിൽ ചാടിയ ശേഷം ഈ സ്റ്റീരിയോ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ സേഫായ ഒരു ഇരുന്നുകൊണ്ട് സ്റ്റീരിയോ വലിച്ചൂറി ദൂരേക്ക് വലിച്ചെറിയേണ്ടി വന്നു. അപ്പോൾ ആ സ്റ്റീരിയോ ഇരുന്ന ഭാഗത്താണ് തീ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ AC കൂടെ ഇട്ടേക്കുമായിരുന്നുണ്ടെങ്കിൽ ആ തീ പിടിച്ചിട്ടില്ലേ, അത് ചൂടെ ശക്തമായ രീതിയിൽ കത്തും. കാരണം അതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നല്ല രീതിയിൽ തീ കത്തിപ്പിടിച്ചിട്ട് ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് മൊത്തം കത്തിയാണ്. അപ്പം ഇത് ഇരിക്കുന്ന പ്രധാനമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലോക്ക് വലിച്ച് തുറന്നിട്ട് ചാടി ഇറങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ ലോക്ക് ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീയും കൂടെ പിടിച്ചപ്പോഴത്തേന് എല്ലാവരും പേടിച്ചു പോയി. പേടിച്ചതിൻ്റെ കാരണമായിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിലൊന്നും അല്ല ഈ വയറിങ് ഒക്കെ കൊടുത്തിരുന്നത്. വയറെല്ലാം കത്തിയിട്ട് കണ്ടോ, ഇതെല്ലാം നല്ല രീതിയിലൊന്നും അല്ല കൊടുത്തിരുന്നത്. കണ്ടോ, മൊത്തം കത്തി നാശമായിട്ടുണ്ട്. മൊത്തം കത്തി കിടക്കുന്ന കണ്ടോ. ഇതൊരു വലിയ ഈ വയർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ, ഫൈബർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ഞാൻ കത്തും. കണ്ടോ, ഇങ്ങനത്തെ വയറുകളൊക്കെ കൊടുത്തതിൻ്റെ കാരണമായിട്ടാണ് ഇത് കത്തിയത്. ഈ വയറെല്ലാം വലിച്ച് പൊട്ടിച്ച് കളയണം. ഈ വയറിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതാണ്. കണ്ടോ, കത്തി നാശമായിട്ട് ഒക്കെ ശാസ്ത്രീയമായ രീതികളിലൊന്നും അല്ല കൊടുത്തിരുന്നത്. കണ്ടോ, ഇതെല്ലാം കത്തി. കണ്ടോ വയറുകളൊക്കെ, ഇതൊക്കെ എന്തിൻ്റെയൊക്കെ വയറുകളാണെന്ന് അറിയില്ല. മൊത്തം കത്തി ചാരമായിപ്പോയി. ഒരല്പസമയം ഈ തീ ഒരല്പസമയം കാണാതിരിക്കത്തില്ല. കാരണം അത്രത്തോളം പുകയും ചെളിയും ഒക്കെ ഈ വണ്ടി കത്തിയപ്പോൾ തന്നെ വന്നായിരുന്നു. അപ്പം ഇത് പെട്ടെന്നായതിനെ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പേടിച്ചു പോയി. വണ്ടി നിറങ്ങാനുള്ളൊരു വെപ്രാളം, ജീവനോടുള്ള പേടിയുണ്ടല്ലോ. അപ്പം ആ ഒരു വെപ്രാളം കൊണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും കൂടെ ഈ ഡോറ് തുറക്കാൻ പറ്റാതെയും ഒക്കെ ആയതിനെ കൊണ്ടിട്ട് എല്ലാവരും പേടിച്ച് നിലവിളിയായിരുന്നു വണ്ടിക്കകത്ത് ഇരുന്നവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സ്റ്റീരിയോ അവിടെ ഇരുന്ന് അത്രയോ സാധനം കത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ വലിച്ചെടുത്ത് വെളിയിലോട്ട് കളയുക ഉണ്ടായത്. വെളിയിലോട്ട് അത് കളഞ്ഞപ്പം ആ തീ അങ്ങാണെന്ന് താക്കോൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തു. അതുകൊണ്ടാണ് ഈ വലിയൊരു തീപിടുത്തത്തിൽ നിന്ന്
നമ്മളും ഈ വണ്ടിയും രക്ഷപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഓയറെല്ലാം വലിച്ചൂരി കളഞ്ഞ് ഇത് കടയിൽ കൊണ്ടു ചെന്ന് ഇതിൻ്റെ ഓയറിങ്ങുകളെല്ലാം ഇനി ഈ വണ്ടിയുടെ ശരിയാക്കണം. കാരണം ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റീരിയോ നമ്മൾ കൊടുത്തിരുന്നില്ലേ, ആ സ്റ്റീരിയോയുടെ ബോഡി എർത്തുണ്ടല്ലോ, ആ ബോഡി ഇതിൽ ഏതോ ഒരു പോസിറ്റീവ് കണക്ഷനുമായിട്ട് ടച്ചായിട്ട് അങ്ങനെ തീ പിടിക്കുകയുണ്ടായത്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഈ സ്റ്റീരിയോ ഒക്കെ എടുത്തേക്കുന്ന കണക്ഷനെല്ലാം പല രീതിക്കായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കണക്ഷൻ പോസിറ്റീവ് കണക്ഷനാണ് കണ്ടോ, ഇതിനകത്തെല്ലാം പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ഈ കറുത്ത വയർ കണ്ടോ, ഇത് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള വയർ ഈ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചാർജുള്ള വയറുമായിട്ട് തട്ടിയാൽ, എപ്പോഴെങ്കിലും തട്ടേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ സ്പോട്ടിൽ തീ പിടിക്കുക, അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം അത് ചൂടാവും. അപ്പോൾ ഈ ചെമ്പ് കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതനുസരിച്ച് അത് ചൂടായി അപ്പോൾ തന്നെ ഈ വയർ കത്തി നല്ല രീതിക്ക് തീയും പുകയും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഈ വണ്ടിയെ ഇപ്പോൾ കണ്ടിടത്തോളം വെച്ചിട്ട് വീണ്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ ഈ വയറുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല കണ്ടോ, ഈ വയറെല്ലാം വിളിച്ചാടി കിടക്കുകയുണ്ടോ. ഈ വയറുകളൊക്കെ വീണ്ടും അതുപോലെ സംഭവിച്ച് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടില്ലേ, ഇതെല്ലാം ഒട്ടിച്ച് വെച്ചാണ്, കണ്ടില്ലേ. ഈ വയറുകളെല്ലാം വലിച്ച് പൊട്ടിച്ച് കളയുക. ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വയറുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വണ്ടി. അല്ലാതെ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, ഇത് മൊത്തം വീണ്ടും കത്താനുള്ള സാധ്യതയുണ്ട്, വണ്ടി വീണ്ടും തീ പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നാളെ നമ്മൾ ന്യൂസിൽ കാണേണ്ടിയിരുന്ന വലിയ ഒരു അപകടമാണ് ഇപ്പം ഇപ്പോൾ അതിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത് ലൈവിൽ അല്ലേ. ലൈവിൽ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം, ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം അറിയാം അല്ലേ, കണ്ടോ ആ ഒരു കത്തിപ്പോയത്. അപ്പം അത്രത്തോളം നല്ല രീതിക്ക് പുകയും വന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ഒരു വണ്ടിയിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ എ സിയുടെ എന്തോ പ്രശ്നമായിട്ട് ഈ എ സിയുടെ ഈ ഹോളുകളുണ്ടല്ലോ അതിനകത്തുനിന്ന് പുക അങ്ങനെ വണ്ടി ഓടിച്ചിരുന്ന ആൾ ഞാൻ ഇറങ്ങി ഓടി. അന്ന് വണ്ടി ഞങ്ങൾക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് ചെറിയ എന്തോ പ്രശ്നമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ആ തീ അങ്ങ് അണഞ്ഞു. അത് ബൊലേറയായിരുന്നു, ഡീസൽ വണ്ടിയാണ്. പെട്ടെന്ന് തീ അങ്ങ് ബാഗോട്ട് പോകും. പക്ഷേ നമ്മളെ ഈ ഡാഷ്ബോർഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇതൊക്കെ പെട്ടെന്ന് തീ പിടിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഈ ഡാഷ്ബോർഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുണ്ടോ, ഇതൊക്കെ വീട്ടിലെ കറണ്ടൊക്കെ കൊടുക്കുന്ന വയറുകളാണ് കണ്ടോ. ആ വയറൊക്കെ വെച്ചിട്ടാണ് ഇത് കറണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പിള്ളേർ സെറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ആകുമ്പോഴത്തേന് അവർക്ക് തോന്നിയ രീതിയിൽ ഇതിൽ നിന്ന് കണക്ഷൻ എടുക്കുകയും കറണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോഴത്തേന് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് വയറിങ് കണക്ഷനൊക്കെ എങ്ങനെയാണ് അവർ എടുത്തേക്കുന്നതെന്ന് നോക്കണം. then ഈ മഞ്ഞ വയറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 12 വോൾട്ട് ഡയറക്റ്റ് കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വയർ ഈ കിടക്കുന്ന കറുത്ത വയറുമായിട്ട് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടറിയാടുമ്പോൾ എപ്പോഴെങ്കിലും ഈ 2 വയർ തമ്മിൽ കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ ഇനിയും മറുത്തൊന്നും അല്ല സംഭവിക്കുന്നത്, ഇനിയും നല്ല വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ വയർ വിട്ട് കിടക്കുന്നുണ്ടോ. ഇനി മാത്രമല്ല ഈ മഞ്ഞ വയർ അല്ലെങ്കിൽ ഈ ചുവന്ന വയറൊക്കെ ഈ ബോഡിയുടെ അകത്ത് കാണുന്നത് ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ കണ്ടോ, ഇതിൽ എവിടെ തട്ടിയാലും തീ പിടിക്കും. അപ്പം ഈ വണ്ടി ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വയറുകളെല്ലാം വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും തീർത്തും അപകടമില്ലാത്തൊരു രീതിയിലല്ല ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും അപകടമുള്ള ഒരു രീതിയിൽ തന്നെയാണ്. ഈ വയർ കട്ട് ചെയ്ത് കളയാൻ ഒന്നും എൻ്റെ കൈ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓരോല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ കട്ട് ചെയ്ത് കളയാനുള്ള ബ്ലേഡോ കത്തിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഡാഷ്ബോർഡ് തുറന്ന് നോക്കുക, ഈ ഡാഷ്ബോർഡിനകത്തൊന്നും കിടപ്പില്ല. ആ വയറുകൾ പൊട്ടിച്ച് കളയാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ വയർ അങ്ങനെ വെച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ നിർവാഹമുള്ളൂ. അപ്പം വണ്ടിയിലുണ്ടായിരുന്നവരെയൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. വീണ്ടും ഇതിനകത്തും തീയോ പുകയോ വരുന്നുണ്ടോ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, വേണ്ടേ വയറുകളെല്ലാം വലിച്ചു വാരി തറയിട്ടിട്ടുണ്ട്. ഈ വയറുകളെല്ലാം അപകട സാധ്യത ഉള്ള വയറുകളാണ്. വണ്ടി താക്കോൽ ഓണാക്കിയിട്ടുണ്ട്, നമുക്കത് മനസ്സിലാവും. ഇതിനകത്ത് സാധാരണ ഇങ്ങനെ ഷോർട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ വണ്ടിയിലെ ഫീസ് സാധാരണ കത്തിപ്പോകാറാണ് പതിവ്. ആ ഫീസ് കത്തിപ്പോയിട്ട് ആ അപകടത്തെ സാധാരണഗതിയിൽ ആ ഫീസ് കത്തിപ്പോയിട്ട് ആ അപകടം ഇല്ലാതാവാനാണ് പതിവ്. ആ കണക്ഷനിലോട്ട് പിന്നെ കണക്ഷൻ വരാതിരിക്കുന്നതാണ് സാധാരണ രീതിയിലുള്ള പതിവ്. പക്ഷേ ഇപ്പം നിലവിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് അങ്ങനെ കത്തിപ്പോയിട്ടില്ല.
ഫീസ് പോയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് കണക്ഷൻ വരത്തില്ലായിരുന്നു. ഫീസ് പോയിട്ടില്ല, അത് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ കത്തുകയാണ് ഇവിടെ ഉണ്ടായത്. നമ്മളെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, നിലവിൽ നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, കുഴപ്പമൊന്നുമില്ല. പതുക്കെ ഇവിടെ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇത് മൊത്തം കട്ട് ചെയ്ത്, ഈ പോയി കിടക്കുന്നവരെല്ലാം കട്ട് ചെയ്ത് അതിനെല്ലാം ഇൻസുലേഷൻ ഒട്ടിച്ച്, ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അത് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിക്കാത്ത രീതിയിലോട്ട് ആക്കേണ്ടതായിട്ട് ഉണ്ട്. കണ്ടല്ലോ? അതുകൊണ്ട് വയറുകളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നന്ദി.